ഹെയർ നല്ല സിൽക്കിയും സ്മൂത്തും നല്ല സ്ട്രോങ് ആയിട്ടും കിടക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ 100% കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഹെയർ ജെല്ല് തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ജെല്ലാണിത്. അപ്പോൾ ഈ ഒരു ജെല്ല് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഫ്ലാക്സീഡും പിന്നെ അരിപ്പൊടിയാണ്. ഫ്ലാക്സീഡിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ ഇ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുടിയുടെ എലാസ്റ്റിസിറ്റിയൊക്കെ നഷ്ടപ്പെടാതിരിക്കാനും സ്മൂത്തും സിൽക്കി ആയിട്ടൊക്കെ വെക്കാനായിട്ടും നമ്മുടെ ഫ്ലാക്സീഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റൈസ് പൗഡർ നമ്മുടെ മുടിയിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലിനെയൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിട്ട് വെക്കാനായിട്ടും നമ്മുടെ മുടിക്ക് നല്ല ഷൈനും നമ്മുടെ വോളിയമുള്ള മുടിയായിട്ട് കിടക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ ഞാൻ പറയാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 3 സ്പൂൺ അളവിൽ ഫ്ലാക്സീഡും 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 3 കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒരു 10 മിനിറ്റ് ബോയിൽ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു ജെൽ കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് അരിച്ചെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ വേണം അരിച്ചെടുക്കാനായിട്ട്. ഫ്ലാക്സീഡിൻ്റെ ഒരു പ്രത്യേകത, ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്കത് അരിച്ചെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ അരിച്ചെടുക്കുക. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ സ്കാൽപ്പിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മുടിക്ക് ഒരു ഭയങ്കര ഡാമേജ് ആയിട്ടുള്ള മുടിയാണെങ്കിൽ നമ്മളതിനകത്തോട്ട് കുറച്ച് ഈ ഒരു മിക്സിനകത്തോട്ട് കുറച്ച് തൈര് അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് തലയിൽ തേക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ മുടിയൊക്കെ ചീകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് റൂട്ട് ടു ടിപ്പ് വരെയാണ് ഇത് തേച്ച് കൊടുക്കുന്നത്. നമ്മുടെ സ്കാൽപ്പ് തൊട്ട് മുടിയുടെ അറ്റം വരെയാണ് തേച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് തേച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു അരമണിക്കൂർ, ഇനി നീരിറക്കമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അരമണിക്കൂർ വെച്ച് കൊടുക്കാം. ഇനി അങ്ങനെ കോൾഡൊക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നീരിറക്കമുള്ള ആൾക്കാർക്ക് ഒരു ടിപ്പ് പറയാം. നമ്മുടെ വീട്ടിലുള്ള ഞവരയില അല്ലെങ്കിൽ പനിക്കൂർക്കയില, ഇത് കുറച്ച് ഒരു ഇല 1-2 ഇല എടുത്തിട്ട് നമ്മുടെ ഉച്ചിയിലേക്ക് ഇച്ചിരി ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീര് ഒഴിച്ചു കൊടുത്താൽ ഒരു പരിധി വരെ നമുക്ക് നീരിറക്കമൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നമ്മൾ തണുപ്പുള്ള എന്ത് സാധനം നമ്മൾ തലയിലോട്ട് യൂസ് ചെയ്താലും ഞവരയില ഉണ്ടെങ്കിൽ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഷാമ്പൂ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മൈൽഡ് ഷാമ്പൂ ഉപയോഗിച്ച് വേണം ഇത് വാഷ് ചെയ്യാനായിട്ട്. ഷാമ്പൂ ഉപയോഗിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ഒരു പാക്ക് നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യാം. നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആകാനും നമ്മുടെ മോയ്സ്ചറൊക്കെ ഒന്ന് ലോക്ക് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.